നമസ്കാരം, ഞാൻ സ്നേഹ എൽസബ ജേക്കബ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. അന്തിമ വിധി ഇന്നുമില്ല. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച പുനഃപരിശോധന ഹർജികൾ വിധി പറയാൻ മാറ്റി സുപ്രീം കോടതി. 3.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് പിന്നാലെ അവശേഷിക്കുന്ന ഹർജിക്കാരോട് വാദമുഖങ്ങൾ 7 ദിവസത്തിനകം സമർപ്പിക്കാൻ നിർദ്ദേശം. സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത് NSS, തന്ത്രി, ബ്രാഹ്മണ സഭ, പ്രയാർ എന്നിവരുടെ അടക്കം 10ഓളം പുനഃപരിശോധന ഹർജികൾ. വിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ. വിധിയുടെ അടിസ്ഥാനം തൊട്ടുകൂട്ടായ്മയല്ല, തുല്യതയെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത. വാദം കേട്ടില്ല എന്നത് വിധി പുനഃപരിശോധിക്കാൻ തക്കതായ കാരണമല്ല. തന്ത്രിയുടെ വാദം വ്യാഖ്യാനം മാത്രം. അനിവാര്യമായ ആചാരം ഏതെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ തന്ത്രി ശ്രമിക്കുന്നു. പുനഃപരിശോധനയ്ക്ക് അർഹമായ ഒരു കാരണവും ഹർജിക്കാർ ഉന്നയിച്ചിട്ടില്ല എന്നും സർക്കാർ. ശബരിമലയിൽ യുവതികൾ കയറുന്നത് തടയാനാവില്ല എന്ന് ദേവസ്വം ബോർഡ്. തുല്യതാവകാശം സുപ്രധാനമെന്ന് അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി. സുപ്രീം കോടതി വിധിയിൽ പുനഃപരിശോധന വേണ്ട. ആർത്തവമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല. തുല്യ അവകാശങ്ങൾ നിഷേധിക്കുന്ന ആചാരങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്നും അയ്യപ്പ ഭക്തർ പ്രത്യേക വിഭാഗമല്ലെന്നും ബോർഡ്. യുവതീ പ്രവേശന വിധി തെറ്റെന്ന് NSSന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പരാശരനും പ്രതിഷ്ഠയുടെ സ്വഭാവം മുന്നോട്ട് വെച്ച് തന്ത്രി കണ്ഠരര് രാജീവർക്ക് വേണ്ടി വി ഗിരിയും. നൈഷ്ഠിക ബ്രഹ്മചര്യം കോടതി പരിഗണിച്ചില്ലെന്നും ദൈവം മാത്രമല്ല ഓരോ പ്രത്യക്ഷ രൂപങ്ങൾ എന്നും പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി മനു അഭിഷേക് സിംഗ്വി. ആശങ്ക ഒഴിയാതെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പ്രസ്താവിക്കാത്ത സാഹചര്യത്തിൽ കുംഭമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ ശബരിമല സംഘർഷഭൂമിയാകുമോ എന്ന ആശങ്ക ശക്തം. മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം മാസപൂജകൾക്കായി ശബരിമല നട ഇനി 13-ന് തുറക്കും. കുംഭമാസ പൂജ സമയം യുവതികളെ കയറ്റുമോ എന്ന കാര്യത്തിൽ പൂജ തുടങ്ങുന്ന സമയം തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമലയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ സംസ്ഥാന സർക്കാർ. വിഷയത്തിൽ NSS അടക്കമുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതേ നിലപാടാണ് RSS അടക്കം സംഘപരിവാർ സംഘടനകൾക്കും. യുവതീ പ്രവേശനം നടപ്പാക്കാൻ സർക്കാരും തടയാൻ സംഘപരിവാരും ശ്രമിച്ചാൽ മണ്ഡല മകരവിളക്ക് കാലത്ത് അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ ശബരിമലയിൽ വീണ്ടും ആവർത്തിച്ചേക്കും. കുമ്മനം വരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി BJP. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് BJP ജില്ലാ കമ്മിറ്റി. കുമ്മനം വന്നാൽ ജയം ഉറപ്പെന്ന സംസ്ഥാന അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ ജില്ലാ നേതാക്കൾ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ദേശീയ ജനറൽ സെക്രട്ടറി V. രാംലാൽ ഇന്ന് തലസ്ഥാനത്തെത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചാണ് BJPയുടെ ഒരുക്കങ്ങൾ. വിജയപ്രതീക്ഷയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, K. സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ പരിഗണനയിൽ. തലസ്ഥാനത്തേക്ക് കുമ്മനത്തെ തന്നെ മടക്കിക്കൊണ്ടുവരണം എന്ന നിലപാടിൽ ഉറച്ചാണ് ജില്ലാ നേതാക്കൾ. ശബരിമല വിവാദം ശക്തമായി നിലനിൽക്കുന്നത് പാർട്ടിക്ക് അനുകൂല സാഹചര്യമെന്ന് വിലയിരുത്തൽ. കുമ്മനത്തിനായി ജില്ലാ നേതൃത്വങ്ങൾ നിരത്തുന്നത് പാർട്ടിക്കതീതമായ കുമ്മനത്തിനുള്ള ബന്ധുക്കളും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ രണ്ടാമതെത്തിയതും. മിസോറാം ഗവർണറായി കുമ്മനത്തിന്റെ തിരിച്ചുവരവിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വവും RSSും. വദ്ര ഹാജരായി. പണം തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരായ റോബർട്ട് വദ്ര. നടപടി കേസിൽ അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ ഹാജരാകണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് വദ്ര ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ഇതാദ്യം. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് റോബർട്ട് വദ്ര. വദ്രയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിയ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി താൻ കുടുംബത്തിനൊപ്പമെന്ന് പ്രതികരിച്ചു. സാമ്പത്തിക തട്ടിപ്പിൽ ഡൽഹി പട്യാല ഹൗസ് കോടതി വദ്രയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഫെബ്രുവരി 16 വരെ. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിക്കിന ചേരും. നമസ്കാരം.